ദിനം പ്രതി നാം ചെയ്യണം എന്ന് പുതിയ നിയമത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുന്നു അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലൂക്കോസ് 9:23 ദിനം പ്രതി തൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കണം. രണ്ടാമത്തേത് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. എബ്രായർ 3:13 ദിനം പ്രതി ഒരു കാര്യം ചെയ്യണമെന്ന് ദൈവവചനം നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തുകയല്ല. നാം അംഗീകരിക്കണം, ഇത് ഞാൻ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ പറയുന്ന ഏതെങ്കിലും കാര്യം നാം ചെയ്യുന്നില്ലെങ്കിൽ അതിലേക്ക് നാം ലക്ഷ്യം വെക്കണം. ദിനം പ്രതി നാം ക്രൂശ് എടുക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുക, കർത്താവെ എനിക്ക് ദിനം പ്രതി ആ ക്രൂശ് എടുക്കുന്നവനാകണം. ഈ വാക്യത്തിൽ പറയുന്നത് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാം അന്യോന്യം പ്രബോധിപ്പിക്കണം. നാം ഇതേപ്പറ്റി അത്ര ചിന്തിക്കാറില്ല. അതിന് കാരണം നാം ഒക്കെ സ്വയസ്നേഹികളാണ്. ദിനം പ്രതി ഞാൻ എൻ്റെ ക്രൂശ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ചില പ്രയോജനമുണ്ട്. യേശുവിൻ്റെ ജീവനിൽ എനിക്ക് പങ്കാളിയായി തീരാൻ കഴിയും. മറ്റൊരാളെ ദിനം പ്രതി ഉത്സാഹിപ്പിക്കുന്നതുകൊണ്ട് എനിക്കെന്തോ പ്രയോജനം കിട്ടും, അവന് കിട്ടും, എനിക്കെന്തോ കിട്ടാനാ. അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് നിരന്തരമായിട്ട് വരാറില്ല. ഈ വാക്യം ധ്യാനിക്കാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ്. കർത്താവിനോട് ചോദിക്കുക, എനിക്കതെങ്ങനെ കുറച്ചുകൂടെ മെച്ചമായിട്ട് ചെയ്യാൻ കഴിയും. ഒന്നാമത് നിങ്ങൾ ചിന്തിക്കുക, ആരെയാണ് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നത്? സഭയിലുള്ള ആളുകളെ അല്ല, നിങ്ങളുടെ ഓഫീസിലുള്ളവരെ അല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരെയാണ്. അതുകൊണ്ട് എവിടുന്നാണ് തുടങ്ങേണ്ടത്? നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുക, നിങ്ങളുടെ മക്കളെ ഉത്സാഹിപ്പിക്കാനായിട്ട് അവരോട് ദീർഘമായിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടും അവരെ ഉത്സാഹിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമോ അത്? മദർ തെരേസ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കുക. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഒരു പുഞ്ചിരിയിൽ കൂടെ അവരെ ഉത്സാഹിപ്പിക്കുക. 115 സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഇത് സ്വാഭാവികമായി സംഭവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഒന്നും പറയുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സഭയിൽ നിന്ന് ഒരിക്കലും കുറ്റപ്പെടുത്തൽ ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ട് ഞാനിത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഉത്സാഹിപ്പിക്കാത്തത്? ഒരിക്കലും അല്ല. നാം അതിൻ്റെ പേരിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്? 115 സങ്കീർത്തനത്തിലെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇത് ഈ ലോകത്തിലുള്ള എല്ലാ ജാതികളെ പറ്റിയാണ് പറയുന്നത്. 2-ാം വാക്യത്തിൽ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? 4-ാം വാക്യത്തിൽ വായിക്കുന്നത് അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെ തന്നെ ആകുന്നു. ഈ വാക്യമാണ് പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു, ആ വിഗ്രഹത്തെ പോലെ അവരും ആകുന്നു. നിങ്ങൾ കാണുന്ന മിക്ക വിഗ്രഹങ്ങളും അത്. ധാരാളം വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെയും മറ്റും പുറത്ത് കാണും. അവയിൽ മിക്കതും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കൊരിക്കലും ചിരിച്ചുകൊണ്ട് സൗമ്യമായി നിൽക്കുന്ന ഒരു വിഗ്രഹം കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ നിങ്ങൾ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ ഭയപ്പെടുത്തുന്ന വിഗ്രഹങ്ങളാണ്. അവയെ ആരാധിക്കുന്നവർ അതുപോലെ തന്നെയാകുന്നു. അതിനർത്ഥം അവർ മറ്റുള്ളവരെ നോക്കുന്നത് അങ്ങനെ തന്നെയാണ്, വളരെ കഠിനമായി. എന്നാൽ നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. എന്നാൽ ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന ആ ദൈവത്തെ ആയിരിക്കില്ല നിങ്ങൾ ആരാധിക്കുന്നു. അത് ശരിയായ ദൈവമല്ലെങ്കിൽ അതൊരു വിഗ്രഹമാണ്. ദൈവവചനത്തിൽ പറയുന്ന ആ ദൈവം, യേശു കാണിച്ചു തന്ന ആ ദൈവം ഒരിക്കലും എപ്പോഴും കഠിനമായിട്ട് നമ്മളെ സൂക്ഷിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല നോക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവമെന്നാണ് ഇവിടെ പറയുന്നത്. നീ ആരാധിക്കുന്ന ദൈവം നിന്നെ ആശ്വസിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണോ? എങ്കിൽ നിങ്ങളും അവനെ പോലാകും. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഒരു സാങ്കല്പിക ദൈവം യഥാർത്ഥ ദൈവമല്ല,
നിങ്ങളും അങ്ങനെ ആവും. വളരെ കഠിനനായ ക്രൂരനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഒരു വിഗ്രഹത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങളും അതുപോലെ തന്നെ ആയിത്തീരും. നിങ്ങൾ അറിയാതെ തന്നെ. എന്നാൽ നിങ്ങളെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, നിനക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയും, നീയും അങ്ങനെ ആവും. അതിനർത്ഥം നാം അവരെ മുന്നോട്ട് പോകാൻ ഉത്സാഹിപ്പിക്കുന്നില്ലെന്നല്ല. കുറെ കൂടെ നന്നായിട്ട് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം പറയുമ്പം ഇത് മതി എന്നല്ല നാം അവരോട് പറയുന്നു. നന്നായിട്ട് ചെയ്യാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. ഇതിലും മെച്ചമായിട്ട് നിനക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഏത് ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും നമ്മളും. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തിൽ നിന്ന് എത്ര ഉത്സാഹം ലഭിച്ചിട്ടുണ്ട്? എനിക്കറിയാം, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ വിശുദ്ധിയെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടപ്പം, യേശുവിനെ ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരു തെറ്റ് ചെയ്ത ദൈവം ചാടി വീണ് എന്നെ അതിനെ ശിക്ഷിക്കും. നീ ചെയ്തത് തെറ്റല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും വീണു പോകുമ്പം ഞാൻ ഓർക്കും, ഈ ദൈവം എൻ്റെ മേൽ ചാടി വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെയും തോറ്റു. എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നതാണെന്ന്. എൻ്റെ ജീവിതം ശോചനീയമായിരുന്നു. എപ്പം ഞാൻ പാപം ചെയ്തു അപ്പം ദൈവത്തിൻ്റെ അടുക്ക് പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയും, രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണേ. എൻ്റെ രക്ഷ എനിക്ക് നഷ്ടപ്പെട്ടില്ല. എൻ്റെ ജീവിതം ശോചനീയമായിരുന്നു. ഞാൻ തോക്കുമ്പോഴൊക്കെ ഞാൻ നിരാശനായിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചപ്പോൾ അതെല്ലാം എന്നെ വിട്ടുപോയി. ഞാൻ ഓർക്കുന്നു, 49 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചപ്പം പൂർണ്ണമായിട്ടും ഞാൻ വ്യത്യാസപ്പെട്ട ഒരാളായി. പരിശുദ്ധാത്മാവ് വന്ന് എന്നെ കാണിച്ചു തന്നു, ദൈവം ആശ്വസിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, യേശു പറഞ്ഞ ഒരു ഉപമയുണ്ട്. അത് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപോലെയല്ല, ഏതാണ്ട് ഒരുപോലെ. ലൂക്കോസ് 19 നിങ്ങൾക്കറിയാമല്ലോ, വ്യാപാരം ചെയ്യാനായിട്ട് പണം കൊടുത്ത ചില ദാസന്മാരുടെ ഉപമ. ലൂക്കോസ് 19:12 മുതൽ. ഒരു കുലീനനായ മനുഷ്യൻ തൻ്റെ 10 ദാസന്മാരെ വിളിച്ചു. അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. അവൻ പറഞ്ഞു, പോയി ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുക. പിന്നെ അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്ന സമയത്ത് 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആദ്യത്തെ മനുഷ്യൻ വന്ന്, നീ തന്നിരിക്കുന്ന 1 റാത്തൽ കൊണ്ട് 10 റാത്തൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. അടുത്ത ആൾ വന്നു, അവൻ പറഞ്ഞു, ഞാൻ 5 റാത്തലൂടെ സമ്പാദിച്ചു. എന്നാൽ 3-ാമത്തെ ആൾ 20-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് ഞാൻ വ്യാപാരം ചെയ്തില്ല, അത് ഞാനൊരു റൂമാലിൽ കെട്ടിവെച്ചിരുന്നു. എന്തുകൊണ്ട്? കാരണം നീ ഒരു കഠിനനായ മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം, അവൻ്റെ ജീവിതത്തിൽ അവനൊരു ഫലവും പുറപ്പെടുവിക്കാൻ എന്തുകൊണ്ടാണെന്ന്? കാരണം അവൻ്റെ യജമാനൻ വളരെ കഠിനനാണെന്ന് അവൻ ചിന്തിച്ചു. നീ വിതയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്നു. അവൻ തൻ്റെ യജമാനെക്കുറിച്ച് തെറ്റായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ പോയത്. ദൈവത്തെ കഠിനനായിട്ട് ചിന്തിക്കുന്നത് നാം അവസാനിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ എത്രയോ അധികം ഫലം ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടാണ് നീ അവിടെ തോറ്റത്? എന്നാൽ അവൻ ഉത്സാഹിപ്പിക്കുന്നവനാണോ? നിനക്ക് കഴിയും, വീണുപോയത് സാരമില്ല, എഴുന്നേക്ക്, മുന്നോട്ട് പോ. നീയും അതുപോലെ ആവും. എല്ലാവരോടും നിങ്ങൾ അങ്ങനെ ആവും. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ അങ്ങനെ ആവും. കാരണം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അവൻ കഠിനനായ ഒരാളല്ല. ഇവിടെ മറ്റൊരു ഉപമയുണ്ട്. അത് മുഴുവനും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഉപമകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്, മറ്റേത് ആത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മത്തായി 25 മറ്റൊരു ഉപമ കാണാം, ഏതാണ്ട് ഒരുപോലെ. ഇവിടെ നമുക്ക് കാണാം, അവൻ താലന്തുകളാണ് അവർക്ക് കൊടുക്കുന്നത്, റാത്തലല്ല. 5-ാം വാക്യത്തിൽ ഒരാൾക്ക് അവൻ 5 കൊടുത്തു, മറ്റൊരുത്തന് 2, അതുപോലെ മറ്റൊരുത്തന് 1. ഇവിടെ ഈ യജമാനൻ മടങ്ങി വന്നപ്പം 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു, 2 കിട്ടിയവൻ 2 കൂടെ സമ്പാദിച്ചു. എന്നാൽ 1 കിട്ടിയവൻ, ലൂക്കോസ് 19 പറയുന്ന അതേ കാര്യമാണ് ഇവനും പറയുന്നത്. എന്താണത്? എന്തുകൊണ്ടാണ് യേശു ഒരേ കാര്യം 2 പ്രാവശ്യം പറയുന്നത്? യജമാനനെ 24-ാമത്തെ വാക്യം, നീ കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു.
നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ ഭയപ്പെട്ടു, നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. അവൻ ഒരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ദൈവത്തെ കഠിനനായിട്ടുള്ള ഒരാളായിട്ട് കാണാതെ ഇരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഫലം കായ്ക്കാൻ കഴിയും. അവനൊരു കഠിനനാണ്, തെറ്റ് ചെയ്താൽ നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന ഒരു ദൈവമായിട്ട് കാണുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന ഒരിക്കലും നമ്മുടെ മേലെ ചാടി വീണുകൊണ്ടല്ല, അല്ല, അത് സൗമ്യമായിട്ടാണ്. അവനെ ഒരു പ്രാവിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിനെ പോലെയാണ് സൗമ്യമായത്. അതുകൊണ്ട് നമ്മൾ ഉത്സാഹിപ്പിക്കുന്ന ഒരാളായി തീരുന്നത് ഇതുപോലുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഫലങ്ങൾ, നമ്മുടെ ശുശ്രൂഷയിലുള്ള ഫലങ്ങൾ, നമ്മളെല്ലാവരും ഫലമുള്ളവരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും നമ്മൾ ശിഷ്യന്മാരാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ ജീവിതത്തിലൂടെ എത്ര ആളുകളെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ചോദിക്കുകയാണ്, അത് സാധ്യമാണോ? അതിന് കഴിയാത്തതിന് കാരണം നാം ചിന്തിക്കുന്നു ദൈവം വളരെ കഠിനനായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അവൻ തന്ന ഒരു താലന്ത് കൊണ്ട് നാം ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയ ആ ഒരു താലന്ത് അതങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നാം പറയുന്നു, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിലേക്ക് വരികയാണ്. എന്നാൽ അതിൽ കൂടെ ഞാൻ ഒരു ഫലവും പുറപ്പെടുവിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ കൂടെ ചില ഫലം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെയും ഞാൻ പറയുകയാണ്, അത് കുറ്റപ്പെടുത്തലായിട്ട് നിങ്ങൾ കരുതരുത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് എങ്ങനെ നിങ്ങൾക്കൊരു ഫലം ഉള്ള ആളായിട്ട് തീരാൻ കഴിയുമെന്നുള്ള കാര്യം. ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണുന്നെങ്കിൽ അതിന് കഴിയൂ. അവൻ നമ്മുടെ മേൽ ചാടി വീഴുന്നൊരു ദൈവമല്ല. ഒരു നല്ല പിതാവ് തൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കും, ഒരു നല്ല മാതാവ് തൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കും. സാരമില്ല, എഴുന്നേൽക്കുക, ഓടുക. ഇപ്പം നമ്മൾ കണ്ടതുപോലെ നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടെ മേൽ ചാടി വീഴുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് നമുക്ക് കാണാനിടയാകട്ടെ. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ലെന്ന്. അവൻ നമ്മളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കുറേശ്ശെയായിട്ട് ദൈവത്തെ പറ്റിയുള്ള ആ പഴയ ബോധ്യം മാറ്റി അവനെക്കുറിച്ചുള്ള ഒരു ശരിയായ ബോധ്യം അവൻ നമുക്ക് തരും. നമുക്കും അവനെ പോലെ ആകാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതം ഫലമുള്ളതായിത്തീരും. ചിലപ്പോൾ നമ്മൾ പറയും, ഞാനൊരു നാണമുള്ള ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ആളുകളോട് യേശുവിനെ പറ്റി പറയാൻ കഴിയാത്ത. അതല്ല കാരണം. അല്ലേൽ അതിനുള്ള ഒരു വരം എനിക്കില്ല, അതെല്ലാം ചവറാണ്. അതിന് കാരണം ദൈവം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമായിട്ട് നിങ്ങൾ കണ്ടില്ല, അതാണ്. അതിന് നമ്മൾ മറ്റു ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അല്ല, ദൈവം നമ്മെ സഹായിക്കട്ടെ.